നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എൻഡോസൾഫാൻ ദുരിതബാധിത കുടുംബങ്ങളുടെ അനിശ്ചിതകാല പട്ടിണി സമരം 30 മുതൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ. പരിസ്ഥിതി പ്രവർത്തക ദയാബായി 31 മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങും. കാസർഗോട്ടും ദുരിതബാധിതരെ ഉൾപ്പെടുത്തി പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ATUC ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റ് മാർച്ച് നടത്തി. ഇടത് സർക്കാർ അതിന്റെ തൊഴിലാളിപക്ഷ സമീപനം കൂടുതൽ പ്രകടിപ്പിക്കണമെന്ന് ATUC സംസ്ഥാന സെക്രട്ടറി CP മുരളി. പൊട്ടിപ്പൊളിഞ്ഞ ഉപ്പള നായ ബസാർ ചെറുകോളി റോഡ് നന്നാക്കണമെന്ന ആവശ്യം. പ്രക്ഷോഭത്തിനൊരുങ്ങി DYFI. പൈവളികെ പഞ്ചായത്ത് ഹോമിയോ ഡിസ്പെൻസറിക്ക് വേണ്ടി നിർമ്മിച്ച കെട്ടിടം പണിയിൽ അഴിമതി നടന്നതായി ആരോപണം. 7 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കേണ്ട കെട്ടിടത്തിന് 3 ലക്ഷം മാത്രമേ ചിലവഴിച്ചിട്ടുള്ളൂ എന്നാണ് പരാതി. 3 വർഷത്തിലൊരിക്കൽ നടത്താറുള്ള കോട്ടിക്കുളം ശുഹദ മഖാമുറൂസും സ്വലാത്ത് മജ്ലിസ് വാർഷികവും ഏപ്രിൽ 4 മുതൽ 11 വരെ നടക്കും. ഒരുക്കങ്ങൾ പുരോഗമിച്ചു വരുന്നതായി ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ. വികസനം വഴിമുട്ടി കജപ്പദവ് മലാർ ആനക്കൽ റോഡ്. സ്വകാര്യ വ്യക്തി സ്ഥലം അനുവദിക്കാത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് റോഡ് വികസനം മുടക്കിയത്. CPM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജനജാഗ്രതാ യാത്ര തൃക്കരിപ്പൂരിൽ സമാപിച്ചു. ജില്ലയിലെ ഓരോ കേന്ദ്രങ്ങളിലും യാത്രയ്ക്ക് ലഭിച്ചത് ആവേശപൂർണമായ സ്വീകരണം. വാർത്തകൾ വിശദമായി. എൻഡോസൾഫാൻ ദുരിതബാധിത കുടുംബങ്ങളുടെ അനിശ്ചിതകാല പട്ടിണി സമരം 30 മുതൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തക ദയാബായി 31 മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങും. കാസർഗോട്ടും ദുരിതബാധിതരെ ഉൾപ്പെടുത്തി പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. എൻഡോസൾഫാൻ ദുരിതബാധിത കുടുംബങ്ങൾ വീണ്ടും അവകാശങ്ങൾക്കായി തെരുവിലിറങ്ങുന്നു. 30 മുതൽ ദുരിതബാധിതരുടെ അമ്മമാർ സെക്രട്ടേറിയറ്റ് പടിക്കൽ അനിശ്ചിതകാല പട്ടിണി സമരം ആരംഭിക്കും. 31 മുതൽ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തക ദയാബായി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അനിശ്ചിതകാല നിരാഹാര സമരം അനുഷ്ഠിക്കും. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ആജീവനാന്ത ചികിത്സാ സഹായമായി 5 ലക്ഷം രൂപ നൽകുവാനാണ് സുപ്രീം കോടതി വിധി. എന്നാൽ 1 വർഷം കഴിഞ്ഞിട്ടും സർക്കാരിന് ഇത് നടപ്പിലാക്കുവാൻ കഴിയാത്തത് ഗുരുതര വീഴ്ചയായി സമരസമിതി ചൂണ്ടിക്കാട്ടുന്നു. ജനുവരി 30 മുതൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സർക്കാർ വാക്കുപാലിക്കുക, സുപ്രീം കോടതി വിധി നടപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കാസർഗോട്ടെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ അമ്മമാർ അനിശ്ചിതകാല പട്ടിണി സമരം ആരംഭിക്കുകയാണ്. ഈ സമരത്തിൻ്റെ ഭാഗമായി കാസർഗോട്ടും 31 രാവിലെ 10 മണി മുതൽ സമരം ആരംഭിക്കുകയാണ്. സർക്കാർ അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ, ഇതുവരെ ചർച്ചക്കൊന്നും വിളിച്ചിട്ടില്ല, ചർച്ചയ്ക്ക് വിളിച്ച് ഇത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് അമ്മമാരെ തെരുവിൽ ഇറക്കുന്നതിൽ നിന്നും പിൻവലിപ്പിക്കണമെന്നാണ് കാസർഗോട്ടെ ഈ പറയുന്ന ദുരിതബാധിതരായ അമ്മമാരുടെ അഭിപ്രായം. 2017 നടന്ന മെഡിക്കൽ ക്യാമ്പിലൂടെ കണ്ടെത്തിയ മുഴുവൻ ദുരിതബാധിതരെയും പട്ടികയിൽ ഉൾപ്പെടുത്തുക, ആവശ്യമായ ചികിത്സ നൽകുവാനുള്ള പ്രത്യേക സൗകര്യങ്ങൾ ജില്ലയിൽ ഒരുക്കുക, 2013 സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള റേഷൻ സംവിധാനം പുനഃസ്ഥാപിക്കുക, നഷ്ടപരിഹാരത്തിനായി ട്രൈബ്യൂണൽ സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യമുന്നയിച്ചാണ് സമരം. 31 മുതൽ കാസർഗോഡ് ഒപ്പുമരച്ചുവട്ടിലും ദുരിതബാധിതരെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ച് അനിശ്ചിതകാല സമരം സംഘടിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് KCN. ഇടത് സർക്കാർ അതിന്റെ തൊഴിലാളിപക്ഷ സമീപനം കൂടുതൽ പ്രകടിപ്പിക്കണമെന്ന് ATUC സംസ്ഥാന സെക്രട്ടറി CP മുരളി. ATUC ജില്ലാ കമ്മിറ്റി നടത്തിയ കളക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. BMS ഒഴിച്ചുള്ള എല്ലാ ട്രേഡ് യൂണിയനുകളും ഉയർത്തിയ ഒരുപാട് മുദ്രാവാക്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണിത്. 3000 രൂപ പ്രതിമാസം എന്ന് പറഞ്ഞാൽ ദിവസത്തേക്ക് എത്രയാണെന്ന് മനസ്സിലാവുമല്ലോ. ഒരു ദിവസം 3000-ത്തിലധികം പെൻഷൻ വാങ്ങുന്നവരുള്ള നാടാണിത്. സർക്കാർ ആലോചിക്കേണ്ടത് മിനിമം 3000 പെൻഷൻ തരണം, തന്നേ ഒക്കൂ, ഇല്ലെങ്കിൽ റോഡിലിറങ്ങും. ക്രമസമാധാന പ്രശ്നം, അച്ചടക്ക ലംഘനം എന്നൊന്നും പറഞ്ഞ് വിരട്ടാനൊന്നും നോക്കണ്ട. ഇപ്പൊ നിയമസഭാ സമ്മേളനം നടക്കുക, ഞങ്ങൾ ആ അവസരത്തിലാണ് ഈ ആവശ്യം ഉന്നയിക്കുന്നത്. ഈ ഗവൺമെന്റിൽ നിന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ളൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിൽ നിന്നേ പ്രതീക്ഷയുള്ളൂ. UDF ഭരണകാലത്ത് 600 രൂപയായിരുന്ന പെൻഷൻ ഇപ്പോൾ 1100 രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്ന തൊഴിലാളികൾക്ക് ഇത് മതിയാവില്ലെന്നും പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വെട്ടിക്കുറച്ച പെൻഷൻ പുനഃസ്ഥാപിക്കുക, എല്ലാ മേഖലകളിലും മിനിമം വേതനം 18,000 രൂപയാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത്.
AITUC ജില്ലാ പ്രസിഡന്റ് ടി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി KV കൃഷ്ണൻ, BV രാജൻ, M സഞ്ജീവ ശെട്ടി, A അമ്പൂഞ്ഞി, V രാജൻ, ബിജു ഉണ്ണിത്താൻ, P വിജയകുമാർ, MS വാസുദേവൻ, A ദാമോദരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. പൊട്ടിപ്പൊളിഞ്ഞ ഉപ്പള നായബസാർ ചെറുകോളി റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് DYFI പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. 20 വർഷമായി റോഡ് ടാർ ചെയ്യുകയോ നവീകരിക്കുകയോ ചെയ്തിട്ടില്ല. ഇതേ തുടർന്ന് നാട്ടുകാർക്കുണ്ടാകുന്ന ദുരിതം മുന്നിൽ കണ്ടാണ് പ്രക്ഷോഭവുമായി DYFI രംഗത്തിറങ്ങിയത്. 19-20 വാർഡിൽപ്പെടുന്ന ചെറുകോളി നയാബസാർ റോഡ് 20 വർഷമായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. ഇതുവരെയായി റോഡ് ടാർ ചെയ്യുകയോ നവീകരിക്കുകയോ ചെയ്തിട്ടില്ല. നിരവധി ആരാധന കേന്ദ്രങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളുമുള്ള സ്ഥലത്തേക്കുള്ള പ്രധാനപ്പെട്ട റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത്. 19-20 വാർഡിൽപ്പെടുന്ന പഞ്ചായത്ത് മെമ്പർമാർ റോഡ് നന്നാക്കുവാൻ നടപടി സ്വീകരിക്കാതെ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇലക്ഷൻ സമയത്ത് വീട്ടിൽ വന്ന് മോഹന വാഗ്ദാനങ്ങൾ നൽകുന്നവർ വിജയിച്ച ശേഷം തിരിഞ്ഞു നോക്കുന്നില്ലെന്നും ഗ്രാമസഭയിൽ പലതവണ ഈ വിഷയം ചർച്ച ചെയ്തിട്ട് തീരുമാനം നടപ്പിലാക്കുവാൻ സാധിച്ചിട്ടില്ലെന്നും ഇത് 19-20 വാർഡ് മെമ്പർമാരുടെ വീഴ്ചയാണെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ഇത് സംബന്ധിച്ച് മംഗൽപാടി പഞ്ചായത്ത് പ്രസിഡന്റിനെ നേരിൽ കണ്ട് പരാതി പറഞ്ഞപ്പോൾ പ്രസിഡന്റ് രോഷാകുലിയായി പെരുമാറിയെന്നും ഇറക്കിവിട്ടെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ശക്തമായ സമര പ്രക്ഷോഭ ക്യാമ്പയിൻ നടത്തുമെന്ന് DYFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സാദിഖ് ചെറുകോളി പറഞ്ഞു. മംഗൽപാടി പഞ്ചായത്തിൻ്റെ അനാസ്ഥയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നിരവധി ആരാധന കേന്ദ്രങ്ങളും തീർത്ഥാടനത്തിന് വരുന്ന പ്രധാനപ്പെട്ട ഒരു റോഡാണ് ചെറുകോളി നായബസാർ റോഡ്. ഈ റോഡിനെ ഇതുവരെ പഞ്ചായത്ത് അധികൃതർ കണ്ണു തുറന്ന് നോക്കിയില്ല എന്നതാണ് ഇവിടെ കാണുന്നത്. ഇതിനെ അനുബന്ധിച്ച് ഗ്രാമസഭയിൽ തീരുമാനമെടുത്ത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തി പോകുന്നതല്ലാതെ കണ്ട് ഈ റോഡിനെ കുറിച്ച് ഇതുവരെ അതിനെ ടാർ ചെയ്യുന്ന ഒരു തീരുമാനം നടപ്പിലാക്കാൻ ഈ പഞ്ചായത്ത് അധികൃതർക്ക് കഴിഞ്ഞില്ലാതാണ് ഇപ്പോൾ കാണുന്ന ദൃശ്യം. ഇതിനെതിരെ ഇവിടുത്തെ നാട്ടുകാരും അതേപോലെ തന്നെ സ്ത്രീകൾ ഉൾപ്പെടെ കുട്ടികൾ ഉൾപ്പെടെ നിരത്തിക്കൊണ്ട് അതിശക്തമായിട്ടുള്ള സമര പ്രക്ഷോഭത്തിനാണ് ഇവിടുത്തെ നാട്ടുകാർ ഒരുങ്ങുന്നത്. വിഷയത്തിൽ അധികൃതർ ഉടൻ ഇടപെടണമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KCN. പൈവളികെ പഞ്ചായത്ത് ഹോമിയോ ഡിസ്പെൻസറിക്ക് വേണ്ടി നിർമ്മിച്ച കെട്ടിടം പണിയിൽ അഴിമതി നടന്നതായി ആരോപണം. 7 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കേണ്ട കെട്ടിടത്തിന് 3 ലക്ഷം മാത്രമേ ചിലവഴിച്ചിട്ടുള്ളൂവെന്നാണ് നാട്ടുകാരുടെ പരാതി. 2013 മുതൽ 2018 വരെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ച ഡിസ്പെൻസറിക്കാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. രോഗികൾക്ക് നിന്ന് തിരിയാൻ ഇടമില്ലാത്ത തരത്തിലുള്ള കെട്ടിട നിർമ്മാണം രോഗികളെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുമെന്നും നാട്ടുകാർ പറയുന്നു. 2017-18 പ്രൊജക്ട് ഫണ്ടിൽ നിന്നും 7 ലക്ഷം രൂപ ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. 10 സെന്റ് സ്ഥലം റവന്യൂ തഹസിൽദാർ മുഖേന പഞ്ചായത്തിന് വിട്ടുകൊടുത്തു. 2018-19 പ്രൊജക്ട് പ്രകാരം 3,80,000 രൂപക്കുള്ള കോമ്പൗണ്ട് വാളും കുഴൽക്കിണറും മോട്ടോറും സ്ഥാപിക്കുവാൻ പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്ന് വകയിരുത്തുകയും ചെയ്തു. പക്ഷേ കോമ്പൗണ്ട് വാൾ കെട്ടിയത് ഈ 10 സെന്റ് സ്ഥലത്തല്ലെന്ന് നാട്ടുകാർ പറയുന്നു. 4.5 സെന്റ് സ്ഥലത്താണ് കെട്ടിടമുള്ളത്. ഇടുങ്ങിയ കെട്ടിടമായതിനാൽ മുമ്പുള്ള വാടക കെട്ടിടത്തിന്റെ അത്ര സൗകര്യം പോലും ഇതിനില്ല. മാത്രമല്ല കിണറും മോട്ടോറും മതിലിന് പുറത്തായതിനാൽ ഏതു നിമിഷവും അവ മോഷ്ടിക്കപ്പെടുവാൻ സാധ്യത കൂടുതലാണ്. നിർദ്ദിഷ്ട 10 സെന്റ് ലഭ്യമായാൽ രോഗികൾക്ക് വളരെ സൗകര്യപ്രദമാകും. വകയിരുത്തിയ 3 ലക്ഷത്തിൽ 1.5 ലക്ഷം രൂപയുടെ നിർമ്മാണമേ നടന്നിട്ടുള്ളൂ എന്നാണ് നാട്ടുകാർ പറയുന്നത്. 10 സെന്റിന്റെ അതിരിൽ ചുറ്റുമതിൽ കെട്ടണമെന്നും നാട്ടുകാർ പറയുന്നു. ചേവാർ പള്ളിയുടെ പിൻവശത്താണ് നിർദ്ദിഷ്ട കെട്ടിടം ഉള്ളത്. ന്യൂസ് ഡെസ്ക് KCN. 3 വർഷത്തിലൊരിക്കൽ നടത്തിവരാറുള്ള കോട്ടിക്കുളം ശുഹദ മഖാമുറൂസും സ്വലാത്ത് മജ്ലിസ് വാർഷികവും ഏപ്രിൽ 4 മുതൽ 11 വരെ നടക്കും. ഒരുക്കങ്ങൾ പുരോഗമിച്ചു വരുന്നതായി ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 4 വൈകിട്ട് 4 മണിക്ക് ഉറൂസ് സംഘാടക സമിതി ചെയർമാൻ UK മുഹമ്മദ് കുഞ്ഞി ഹാജി പതാക ഉയർത്തും. തുടർന്ന് വൈകിട്ട് 7 മണിക്ക് മഖാം സിയാറത്തിനു ശേഷം പൊതുസമ്മേളനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റും കോട്ടിക്കുളം കാസിയുമായ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ദിവസവും പണ്ഡിതന്മാരുടെ മതപ്രഭാഷണം, ഖത്തമുൽ ഖുർആൻ, മജ്ലിസുന്നൂർ, പ്രവാസി കുടുംബ സംഗമം, വിദ്യാഭ്യാസ സമ്മേളനം, തഫ്മുട്ട് തുടങ്ങിയ പരിപാടികൾ അരങ്ങേറും. 11 രാവിലെ നടക്കുന്ന സ്വലാത്ത് മജ്ലിസുന്നിന് ശേഷം അന്നദാനത്തോടെ ഉറൂസ് സമാപിക്കും. എല്ലാ 3 വർഷത്തിലും ഞങ്ങൾ കോട്ടിക്കുളം മഖാം ഉടമകളുടെ ഉറൂസ് കഴിച്ചു വരാറുള്ളതാണ്. ഇപ്രാവശ്യം ഉറൂസ് കൂടുതൽ
എല്ലാ വർഷവും നടത്തുന്ന സ്വലാത്ത് വാർഷികം ഒന്നിച്ചാണ് കൊണ്ടാടുന്നത്. ഏപ്രിൽ 4 മുതൽ ഏപ്രിൽ 15 വരെയാണ് ഞങ്ങൾ ഉറൂസ് കൊണ്ടാടാൻ നിശ്ചയിച്ചിരിക്കുന്നത്. ഹാജി ജലീൽ കരിപ്പൊടി, PM കുഞ്ഞഹമ്മദ്, കസീം പൈക്കത്തുവളപ്പ്, റഫീഖ് അങ്കക്കളരി, ഹാരിസ് അങ്കക്കളരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വികസനം വഴിമുട്ടി കജപ്പദവ് മലാർ ആനക്കൽ റോഡിന് ഒരു ഭാഗത്ത് സ്വകാര്യ വ്യക്തി സ്ഥലം അനുവദിക്കാത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് വികസനം മുടക്കിയത്. ടാറിംഗ് അടക്കമുള്ള പ്രവൃത്തികൾ നടത്തുവാൻ വേണ്ടി MLA ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. വർക്കാടിയിലുള്ളവരുടെ യാത്രാവശ്യത്തിനുള്ള പ്രധാനപ്പെട്ട റോഡുകളിലൊന്നാണ് കജപ്പദവ് മലാർ ആനക്കൽ റോഡ്. മലാർ ദേവസ്ഥാനം, നടുബയൽ ജുമാ മസ്ജിദ്, ചർച്ച്, മലാർ സർക്കാർ സ്കൂൾ തുടങ്ങി നിരവധി സ്ഥലങ്ങളിലേക്കെത്തുവാൻ വർക്കാടിയിലുള്ളവർ ഈ റോഡിനെയാണ് ആശ്രയിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ റോഡ് വികസിപ്പിക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു. ഇതേ തുടർന്ന് അന്തരിച്ച PB അബ്ദുൾ റസാഖ് MLAയുടെ ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ റോഡിന്റെ വികസന പ്രവൃത്തിക്കായി അനുവദിക്കുകയും ചെയ്തിരുന്നു. റോഡ് വികസിപ്പിക്കുന്നതിന്റെ പ്രാരംഭ പ്രവൃത്തികളെല്ലാം പൂർത്തീകരിച്ചുവെങ്കിലും ഇതുവരെയായും ടാറിംഗ് പ്രവൃത്തിയടക്കമുള്ളവ പൂർത്തീകരിക്കുവാൻ സാധിച്ചിട്ടില്ല. റോഡിന് സമീപത്തുള്ള സ്വകാര്യ വ്യക്തി സ്ഥലം അനുവദിക്കാത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തുടർന്നാണ് നിർമ്മാണം തുടങ്ങുവാൻ സാധിക്കാത്തത്. വർഷങ്ങൾക്ക് മുൻപ് തന്നെയുള്ള റോഡിന് രേഖകളുള്ളതാണെന്നും ഇപ്പോൾ സ്വകാര്യ വ്യക്തി പരാതിയുമായി രംഗത്തെത്തിയത് ഒരുപാട് പേരുടെ യാത്രാ സൗകര്യത്തെ തടസ്സപ്പെടുത്തുകയാണെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. കജപ്പദവ് ടു മലാർ 3 കിലോമീറ്റർ ഓർക്കാടി പഞ്ചായത്തിൽ റെക്കോർഡിലുള്ള റോഡ് ഈ MLA ഫണ്ടിലായിട്ട് 25 ലക്ഷം രൂപ സാങ്ഷൻ ആയിട്ടുണ്ട് ടാർ ചെയ്യാനായിട്ട്. അതൊരു പ്രൈവറ്റ് വ്യക്തി ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഒരു വ്യക്തിയായിട്ടാണ് ഇത്രയും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. 40 വർഷങ്ങൾക്ക് മുൻപുള്ളതാണ് ഈ റോഡെന്നും സ്വകാര്യ വ്യക്തി അടിസ്ഥാനരഹിതമായ പരാതിയാണ് ഉന്നയിച്ചിട്ടുള്ളതെന്നും പഞ്ചായത്ത് പ്രസിഡന്റും വിശദീകരിക്കുന്നു. ഈ റോഡിലേക്ക് ബന്ധിപ്പിക്കുന്നതിനായി 8 ലക്ഷം രൂപ ചെലവിൽ നേരത്തെ പാലവും നിർമ്മിച്ചിരുന്നു. റോഡ് വികസിപ്പിച്ചില്ലെങ്കിൽ പാലം നിർമ്മിച്ചത് വെറുതെയായി പോകുമെന്നും നാട്ടുകാർ പറയുന്നു. സ്വകാര്യ വ്യക്തിയുടെ നിലപാടിൽ പ്രതിഷേധിച്ചും റോഡ് വികസനം ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചു. മലാർ ശങ്കർ റൈ, നാരായൺ റൈ, കൃഷ്ണ നൊമോനി, മുഹമ്മദ് ബ്യാരി എന്നിവർ നേതൃത്വം നൽകി. നിരവധി പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശം കൂടിയാണിത്. യാത്രാ സൗകര്യങ്ങളില്ലാതെ വീർപ്പുമുട്ടുന്ന ഇവർക്ക് റോഡ് വികസനം സാധ്യമായാൽ തങ്ങളുടെ ജീവിത നിലവാരം തന്നെ മെച്ചപ്പെടുത്തുവാൻ സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അധികൃതർ ഇടപെട്ട് ഉടൻ തന്നെ പരിഹരിക്കണമെന്നും റോഡ് നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് KCN. സംഘപരിവാർ അക്രമത്തിനെതിരെയും ഇടത് സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദീകരിക്കുവാനും CPM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജനജാഗ്രത യാത്ര തൃക്കരിപ്പൂരിൽ സമാപിച്ചു. ജില്ലയിലെ ഓരോ കേന്ദ്രങ്ങളിലും യാത്രയ്ക്ക് ആവേശപൂർണമായ സ്വീകരണമാണ് ലഭിച്ചത്. നാടിന്റെ സമാധാനം സംരക്ഷിക്കുക, വർഗീയതയെ ഒറ്റപ്പെടുത്തുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചും സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ വിശദീകരിച്ചുമുള്ള ജാഥ ഹൊസങ്കടിയിൽ നിന്നും സംസ്ഥാന കമ്മിറ്റി അംഗം KP സതീഷ് ചന്ദ്രൻ, ലീഡറും ജില്ലാ സെക്രട്ടറിയുമായ MV ബാലകൃഷ്ണന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തതോടെയാണ് പര്യടനം തുടങ്ങിയത്. ഈ നാട്ടിൽ എത്രയോ സംവത്സരങ്ങൾക്ക് മുമ്പ് തന്നെ വിവിധ മതങ്ങളും വിവിധ ജാതികളും ഏറ്റവും സൗഹൃദത്തോടുകൂടി ജീവിക്കുന്ന ഒരു നാടാണ് ഇന്ത്യ. അയാളെ ഭരണം കിട്ടിയാൽ എന്ത് ചെയ്യണം? അതാ ചോദ്യം. ആടെ ഭരണം കിട്ടിയാൽ എല്ലാവർക്കും വേണ്ടി ഭരിക്കണം. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KR ജയാനന്ദ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം CH കുഞ്ഞമ്പു, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV കുഞ്ഞിരാമൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ P രഘുദേവൻ, KA മുഹമ്മദ് ഹനീഫ, M ശങ്കർ റൈ, അബ്ദുൾ റസാഖ് ചിപ്പാർ എന്നിവർ സംസാരിച്ചു. ജാഥ തീരദേശത്തെയും മലയോരത്തെയും പ്രധാന കേന്ദ്രങ്ങളിലൂടെയാണ് പര്യടനം നടത്തിയത്. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, ജില്ലാ കമ്മിറ്റിയിലെ വനിതകൾ എന്നിവർ ജാഥയിൽ അംഗങ്ങളായിരുന്നു. ജില്ലയിലെ ഓരോ കേന്ദ്രങ്ങളിലും യാത്രയ്ക്ക് ആവേശപൂർണമായ സ്വീകരണമാണ് ലഭിച്ചത്. വിവിധ കേന്ദ്രങ്ങളിലായി ജാഥ ലീഡറും ജില്ലാ സെക്രട്ടറിയുമായ MV ബാലകൃഷ്ണൻ, ജാഥാംഗങ്ങളായ KP സതീഷ് ചന്ദ്രൻ, CH കുഞ്ഞമ്പു, P ജനാർദ്ദനൻ, KV കുഞ്ഞിരാമൻ, VPP മുസ്തഫ, VK രാജൻ, KR ജയാനന്ദ, സാബു അബ്രഹാം, M സുമതി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. മൊഗ്രാൽ പുത്തൂരിൽ സംഘടിപ്പിച്ച കാവ്യ സദസ്സ് ശ്രദ്ധേയമായി. ഗ്രാമോത്സവം 2019ന്റെ ഭാഗമായാണ് പരിപാടി ഒരുക്കിയത്.
മൊഗ്രാൽ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് ഗ്രാമോത്സവം 2019 ഭാഗമായാണ് കാവ്യസദസ്സ് സംഘടിപ്പിച്ചത്. കടവത്ത് പുഴയോരത്ത് നടന്ന പരിപാടി സൗഹൃദ സംഗമവേദി കൂടിയായി മാറി. പ്രമുഖ സാഹിത്യകാരൻ സുറാബ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സാഹിത്യവേദി സെക്രട്ടറി അഷ്റഫ് അലി ചേരങ്കൈ അധ്യക്ഷത വഹിച്ചു. PS ഹമീദ്, MP ജിൽജിൽ, എരിയാൽ ഷെരീഫ്, വിനോദ് കുമാർ പെരുമ്പള, റഹ്മാൻ മുട്ടത്തൊടി, SP സലാഹുദ്ദീൻ, മുജീബ് കമ്പാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് KCN. കർഷക തൊഴിലാളികൾക്കുള്ള വിരമിക്കൽ ആനുകൂല്യങ്ങളും ക്ഷേമനിധി കുടിശ്ശികയും മുഴുവനും കൊടുത്തു തീർക്കുന്ന LDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കണമെന്ന് FITU സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പലേരി. കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ഡിവിഷണൽ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ഡിവിഷണൽ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ FITU സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ഉദ്ഘാടനം ചെയ്തു. കർഷക തൊഴിലാളികൾക്കുള്ള വിരമിക്കൽ ആനുകൂല്യങ്ങളും ക്ഷേമനിധി കുടിശ്ശികയും മുഴുവനും കൊടുത്തു തീർക്കുമെന്ന LDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരളത്തിലെ കർഷകരുടെ പക്ഷത്ത് നിൽക്കാൻ, തൊഴിലാളി പക്ഷത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന കേരള ഗവൺമെന്റ് തയ്യാറായിട്ടില്ലെങ്കിൽ ഈ പ്രക്ഷോഭത്തെ സംസ്ഥാന തലത്തിലേക്ക് വ്യാപിപ്പിക്കാൻ FITU തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരം ഈ സന്ദർഭത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ഇപ്പോ എല്ലാ തൊഴിലാളി സംഘടനകളെയും ഒരുമിച്ച് ഏറ്റെടുത്തുകൊണ്ട് CITU അല്ലാത്ത മറ്റെല്ലാ സംഘടനകളെയും വിലക്കെടുത്തുകൊണ്ട് ഇവർക്കെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നില്ല എന്നിടത്താണ് CPM നേതൃത്വം കൊടുക്കുന്ന ഈ ഗവൺമെന്റ് രക്ഷപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് TM കുഞ്ഞമ്പു അധ്യക്ഷത വഹിച്ചു. കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് CH മുത്തലീബ്, വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് CH ബാലകൃഷ്ണൻ, FITU ജില്ലാ പ്രസിഡന്റ് ഹമീദ് കക്കണ്ടം, മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം K രാമകൃഷ്ണൻ, ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ്സ് വർക്കേഴ്സ് യൂണിയൻ സായിദ ഇല്യാസ്, ഷോപ്സ് എസ്റ്റാബ്ലിഷ്മെന്റ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് TMA ബഷീർ അഹമ്മദ്, ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ യൂണിയൻ ജില്ലാ സെക്രട്ടറി M ഷഫീഖ് എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി AG ജമാലുദ്ദീൻ സ്വാഗതവും ബേബി രാജൻ നന്ദിയും പറഞ്ഞു. ഹമീദ് മേലാങ്കോട്ട്, ശാന്തകുമാരി, M ലക്ഷ്മി, S കുഞ്ഞികൃഷ്ണൻ, അസീസ് കൊളവയൽ എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിലിടിച്ച ശേഷം ഓട്ടോറിക്ഷയെ ഇടിച്ച് തെറിപ്പിച്ച് നടപ്പാതയ്ക്ക് മുകളിലേക്ക് മറിഞ്ഞു. കാഞ്ഞങ്ങാട് ട്രാഫിക് സർക്കിളിന് സമീപമാണ് അപകടം നടന്നത്. അപകടത്തിൽ ദമ്പതികൾക്ക് പരിക്കേറ്റു. നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിലിടിച്ച ശേഷം ഓട്ടോറിക്ഷയെ ഇടിച്ചു തെറിപ്പിച്ച് നടപ്പാതയ്ക്ക് മുകളിലേക്ക് മറിഞ്ഞ ദമ്പതികൾക്ക് പരിക്കേറ്റു. കാഞ്ഞങ്ങാട് ട്രാഫിക് സർക്കിളിന് സമീപമാണ് അപകടമുണ്ടായത്. കോട്ടയം ഈരാറ്റുപേട്ട സ്വദേശികളായ അനിൽകുമാർ, രാഖി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിന് കാരണം KSTP റോഡിലെ അശാസ്ത്രീയ ഡിവൈഡർ നിർമ്മാണമാണെന്ന ആക്ഷേപവും ഉയർന്നിരിക്കുകയാണ്. തിങ്കളാഴ്ച പുലർച്ചെ 4:15ഓടെയാണ് മംഗളൂരു ഭാഗത്തു നിന്നും നീലേശ്വരം ഭാഗത്തേക്ക് പോവുകയായിരുന്ന മാരുതി സുസുക്കി ബ്രെസ കാറാണ് കാഞ്ഞങ്ങാട് ട്രാഫിക് സർക്കിളിന് സമീപം അപകടത്തിൽപ്പെട്ടത്. പുലർച്ചെ റോഡിൽ വാഹനങ്ങൾ കുറവായതിനാൽ കാർ നല്ല വേഗതയിലായിരുന്നു. ട്രാഫിക് സർക്കിളിന് സമീപത്തെ ഡിവൈഡർ അടുത്തെത്തിയാൽ മാത്രമാണ് കാണുന്നതെന്ന് വാഹനയാത്രക്കാർ പറയുന്നു. കാർ നിയന്ത്രണം വിട്ട് സമീപത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം തൊട്ടടുത്ത നടപ്പാതയിലേക്ക് തലകീഴായി മറിയുകയായിരുന്നു. ഓടിക്കൂടിയവർ തകർന്ന കാറിൽ നിന്നും ദമ്പതികളെ കാർ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി കാഞ്ഞങ്ങാട് TB ശവപ്പറമ്പ് കൊട്ടച്ചാൽ റോഡ് നവീകരിക്കുന്നു. മന്ത്രി E ചന്ദ്രശേഖരൻ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. അനന്തൻപള്ള വായനശാല പരിസരത്തായിരുന്നു പരിപാടി. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന കാഞ്ഞങ്ങാട് TB റോഡ് ശവപ്പറമ്പ് കൊട്ടച്ചാൽ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം മന്ത്രി E ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. അനന്തപള്ള VV സ്മാരക വായനശാല പരിസരത്ത് നടന്ന ചടങ്ങിൽ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ അധ്യക്ഷത വഹിച്ചു. 2.57 കോടി രൂപ ചെലവിലാണ് റോഡ് നവീകരണം. KP വിനോദ് കുമാർ, നഗരസഭാ കൗൺസിലർമാരായ MM നാരായണൻ, V ഷൈജ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ K ശബരീശൻ, DV ബാലകൃഷ്ണൻ, CK ബാബുരാജ്, അബ്ദുള്ള ബിൽറ്റേക്ക് എന്നിവർ സംസാരിച്ചു. TP കരുണാകരൻ സ്വാഗതവും C രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു. കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ കിളിയളം തൊട്ടി വട്ടക്കല്ല് കോളനിയിൽ കമ്മ്യൂണിറ്റി ഹാളും ലൈബ്രറിയും ജില്ലാ കളക്ടർ ഡോക്ടർ D സജിത് ബാബു ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും നൽകി. കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ 3-ാം വാർഡ് കിളിയളം തൊട്ടി വട്ടക്കല്ല് TRDM കോളനിയിൽ നിർമ്മിച്ച കമ്മ്യൂണിറ്റി ഹാളും ലൈബ്രറിയും ജില്ലാ കളക്ടർ ഡോക്ടർ D സജിത് ബാബു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് A വിധുബാല അധ്യക്ഷയായി.
കലാകായിക മത്സരങ്ങളിലും പഠനത്തിലും മികവ് കാട്ടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ വി സുധാകരൻ ഉപഹാരങ്ങൾ സമ്മാനിച്ചു. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാധാ വിജയൻ, പട്ടികവർഗ വർക്കിംഗ് ഗ്രൂപ്പ് ചെയർമാൻ കെ ശ്രീധരൻ, പഞ്ചായത്ത് സെക്രട്ടറി എം മനോജ്, കെ ബാബു, എൻ കെ തമ്പാൻ, കെ ലക്ഷ്മണൻ, എ കെ കുഞ്ഞിക്കണ്ണൻ, കെ വി സീന, ഊരുമൂപ്പൻ എസ് കൃഷ്ണൻ, സി നാരായണൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗം ഷൈജമ്മ ബെന്നി സ്വാഗതവും എച്ച് കാർത്തിയാനി നന്ദിയും പറഞ്ഞു. തയ്യൽ തൊഴിലാളികളുടെ കൂട്ടായ്മയായ KSTA-യുടെ ഹൊസ്ദുർഗ് താലൂക്ക് കൺവെൻഷൻ നീലേശ്വരം പള്ളിക്കരയിൽ നടത്തി. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് തയ്യൽ മേഖലയിലേക്ക് വരുന്ന കടന്നുകയറ്റം തൊഴിലിനെയും ജീവിതത്തെയും ബാധിക്കുന്നുവെന്ന് കൺവെൻഷൻ വിലയിരുത്തി. തയ്യൽ തൊഴിലാളികളുടെ ക്ഷേമത്തിനും മറ്റെല്ലാ ഉന്നതിക്കും വേണ്ടി സംസ്ഥാനത്ത് ആദ്യമായി രൂപം കൊണ്ട കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷന്റെ ഹൊസ്ദുർഗ് താലൂക്ക് കൺവെൻഷൻ സെന്റ് ആൻസ് AUP സ്കൂളിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് രാമൻ ചെന്നിക്കര കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് OV ഗംഗാധരൻ അധ്യക്ഷനായി. അസോസിയേഷൻ താലൂക്ക് ഭാരവാഹികളായ KM അശോകൻ, KV ബിന്ദു, M സുബൈദ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PU ശങ്കരൻ, V പത്മനാഭൻ, മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം P നാരായണൻ, ജില്ലാ പ്രസിഡന്റ് മോഹൻദാസ് കുമ്പള, ജനറൽ സെക്രട്ടറി മുകുന്ദൻ, ട്രഷറർ K രുക്മിണി, സെക്രട്ടറി S രാധാകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് M സുകുമാരൻ എന്നിവർ സംസാരിച്ചു. M സുമതി സ്വാഗതവും A കാർത്തിയാനി നന്ദിയും പറഞ്ഞു. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കടന്നുകയറ്റം തൊഴിലിനെയും ജീവിതത്തെയും ബാധിച്ച സാഹചര്യത്തിൽ തയ്യൽ തൊഴിലിനെ കാലാനുസൃതമായി പുതുമകളോടെ നിലനിർത്താനുള്ള നിയമനിർമ്മാണങ്ങൾ രൂപപ്പെടുത്തണമെന്ന് കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എൻഡോസൾഫാൻ ദുരിതബാധിത കുടുംബങ്ങളുടെ അനിശ്ചിതകാല പട്ടിണി സമരം 30 മുതൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ. പരിസ്ഥിതി പ്രവർത്തക ദയാബായി 31 മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങും. കാസർഗോട്ടും ദുരിതബാധിതരെ ഉൾപ്പെടുത്തി പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ATUC ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റ് മാർച്ച് നടത്തി. ഇടത് സർക്കാർ അതിന്റെ തൊഴിലാളി പക്ഷ സമീപനം കൂടുതൽ പ്രകടിപ്പിക്കണമെന്ന് ATUC സംസ്ഥാന സെക്രട്ടറി CP മുരളി. പൊട്ടിപ്പൊളിഞ്ഞ ഉപ്പള നായ ബസാർ ചെറുകോളി റോഡ് നന്നാക്കണമെന്നാവശ്യം. പ്രക്ഷോഭത്തിനൊരുങ്ങി DYFI. പൈവളികെ പഞ്ചായത്ത് ഹോമിയോ ഡിസ്പെൻസറിക്ക് വേണ്ടി നിർമ്മിച്ച കെട്ടിടം പണിയിൽ അഴിമതി നടന്നതായി ആരോപണം. 7 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കേണ്ട കെട്ടിടത്തിന് 3 ലക്ഷം മാത്രമേ ചിലവഴിച്ചിട്ടുള്ളൂ എന്നാണ് പരാതി. 3 വർഷത്തിലൊരിക്കൽ നടത്താറുള്ള കോട്ടിക്കുളം ശുഹദ മഖാമുറൂസും സ്വലാത്ത് മജ്ലിസ് വാർഷികവും ഏപ്രിൽ 4 മുതൽ 11 വരെ നടക്കും. ഒരുക്കങ്ങൾ പുരോഗമിച്ചു വരുന്നതായി ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ. വികസനം വഴിമുട്ടി കജപ്പദവ് മലാർ ആനക്കൽ റോഡ്. സ്വകാര്യ വ്യക്തി സ്ഥലം അനുവദിക്കാത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് റോഡ് വികസനം മുടക്കിയത്. CPM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജനജാഗ്രതാ യാത്ര തൃക്കരിപ്പൂരിൽ സമാപിച്ചു. ജില്ലയിലെ ഓരോ കേന്ദ്രങ്ങളിലും യാത്രയ്ക്ക് ലഭിച്ചത് ആവേശപൂർണമായ സ്വീകരണം. ഇതോടെ KCN മലയാളം വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.